ഡൽഹിയിലെ ഛത്രസാൽ ഓരോ ഒളിമ്പിക്സിലും ഒളിമ്പ്യന്മാരെ സൃഷ്ടിക്കാറുണ്ട്. അവിടെ നിന്ന് ഈ ഒളിമ്പിക്സ് മെഡൽ നേടാത്ത ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? ഛത്രസാൽ എന്ന് പറയുന്ന ഒരു അഖാഡ എന്ന് പറയും ഹിന്ദിയിൽ. അതായത് റെസ്ലേഴ്സിനെ അല്ലെങ്കിൽ ഗുസ്തിക്കാരെ പരിശീലിപ്പിക്കുന്ന സ്ഥലം. അത് വാസ്തവത്തിൽ അഖാഡ അറിയപ്പെടുന്നത് അതിൻ്റെ അടുത്തുള്ളൊരു വലിയ സ്റ്റേഡിയത്തിൻ്റെ പേരിലാണ്, ഛത്രസാൽ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അഖാഡ ഉണ്ട്, അല്ലെങ്കിൽ റിങ് ഗോദ എന്നൊക്കെ പറയുന്ന അതേപോലെ. അപ്പോൾ ഈ അഖാഡയിൽ പഠിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമല്ല. നമ്മളിപ്പോൾ ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആനക്കാരിയാണ്, പിന്നെ തീർച്ചയായിട്ടും എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ഒരു രക്ഷയിലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവരിപ്പോൾ 2008 തുടങ്ങിയത്. 2008 മത്സരിക്കാൻ തുടങ്ങിയിട്ട് അത് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ ഒളിമ്പിക്സിലും ആവറേജ് ഒരു മെഡൽ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതായത് 2008 ഒരു മെഡൽ കിട്ടിയായിരുന്നു, 2012 ആയപ്പോൾ അത് 2 ആയി, പിന്നെ 2016 കിട്ടിയിരുന്നില്ല, 2020 കിട്ടി, 2024 കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഒളിമ്പിക്സിലും ആവറേജ് ഒരു മെഡൽ എന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് രാജ്യത്തിന് നേടി തന്നിരിക്കുന്നത്. അതിൽ സുശീൽ കുമാറുണ്ട്, യോഗേശ്വർ ഉണ്ട്, ദഹിയ ഉണ്ട്, പുനിയ ഉണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന അമൻ ഷെഹ്റാവത്ത് എന്നുള്ള ആളുമുണ്ട്. അപ്പോൾ അവർ എന്തുമാത്രം ഇവരുടെ ഈ കായിക ജീവിതം മോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വാർത്തെടുക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അമൻ ഷെഹ്റാവത്തിൻ്റെ തന്നെ കഥ നോക്കിയാൽ മതി. അതായത് അദ്ദേഹത്തിൻ്റെ ഫാദർ മദർ രണ്ടുപേരും വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്കിളാണ് കുറച്ച് നാൾ നോക്കിയത്. അങ്ങനെ അങ്കിൾ കുറച്ച് നാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര നിരാശയിലായിരുന്നു. ഫാദറും മരിച്ചു, മദറും മരിച്ചു. പിന്നെ ഈ അഖാഡയിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഛത്രസാൽ സ്റ്റേഡിയത്തിനടുത്തുള്ള അഖാഡ, അതിന് ഛത്രസാൽ അഖാഡ എന്നാണ് പറയുന്നത്, ഛത്രസാൽ അഖാഡയിൽ കൊണ്ടുപോയാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരിശീലനവും താമസവും ഒക്കെ ഈ അഖാഡയ്ക്കകത്തായിരുന്നു. വേറെ എങ്ങും പോയില്ല, അവിടെ തന്നെ താമസം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ താമസിക്കുന്ന പോലെ അവിടെ താമസിച്ചു. അങ്ങനെയാണ് അദ്ദേഹം വളർന്ന് വലുതായി. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോഡി തന്നെ ഇവിടെ വയനാട് വന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തെ വയനാട് നിന്നും വിളിച്ചിരുന്നു, ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്തു. മാത്രമല്ല, നിങ്ങൾ ഛത്രസാൽ അഖാഡ താമസ സ്ഥലമാക്കി മാറ്റിയ ചുരുക്കം ചില മത്സരാർത്ഥികളിൽ ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അഭിനന്ദനം, പിന്നെ നിങ്ങൾ രാജ്യത്തിൻ്റെ ഇൻസ്പിറേഷനാണ്, പ്രചോദനമാണെന്നൊക്കെ പറഞ്ഞു വളരെയധികം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്ത ഒളിമ്പിക്സിൽ ഞാൻ ഗോൾഡ് നേടും എന്ന് ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ഇപ്പോൾ ഈ 3rd പ്രൈസിനുള്ള കോമ്പറ്റീഷൻ നടന്നല്ലോ, ലൂസേഴ്സ് ഫൈനൽ. ആ ലൂസേഴ്സ് ഫൈനലിൽ 10 മണിക്കൂർ കൊണ്ട് ഏകദേശം 3 കിലോഗ്രാം ഇദ്ദേഹത്തിൻ്റെ കുറച്ചായിരുന്നു അവർ. 3 കിലോഗ്രാം ഇദ്ദേഹത്തിൻ്റെ കുറച്ചായിരുന്നു. അപ്പോൾ സോനാബാത്ത്, എക്സർസൈസ്, വാക്കിങ്, മറ്റത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെത്തേഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഫോഗട്ടിൻ്റെ അനുഭവം ഓർമ്മയുണ്ടായിരുന്നു. വിനേഷ് ഫോഗട്ട് കേവലം 100 ഗ്രാം കൂടുതലായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് ഈ പറഞ്ഞ നിസ്സാര സമയം കൊണ്ട് 10 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ 3 to 4 കിലോസ് അദ്ദേഹത്തിൻ്റെ കുറച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ തവണ മെഡൽ കിട്ടിയത്. പിന്നെ ഈ ഇതിൻ്റെ ഈ അഖാഡയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പഴയ കോച്ചസ് ഉണ്ട്. ഈ അവർ ഗുരു എന്നാണ് പറയാറ്, കുസ്തി ഗുരുമാരുണ്ടായിരുന്നു. ഒരാൾ രാംഫാൽ, പിന്നെ ഒരാൾ പ്രദീപ് ശർമ്മ എന്ന് പറയുന്ന ആളാണ്. അവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ ആരംഭം നന്ദി കുറിച്ചത്. പിന്നെ അവർക്ക് ശക്തി പകരാനായിട്ട് വേറൊരാളും കൂടി ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് സത്പാൽ എന്നാണ്. അപ്പോൾ ഈ സത്പാൽ ഇവിടെ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ടായിരുന്നു. ഈ സത്പാൽ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലും പങ്കെടുത്തു. 2 മെഡലൊന്നും കിട്ടിയില്ലായിരുന്നു ഈ 2 ഒളിമ്പിക്സിലും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താ എത്രയോ പേര് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്, ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്, മെഡലൊന്നും കിട്ടാതെ എത്രയോ പേര് തിരിച്ചു വരുന്നു, എത്ര വലിയ ഹൃദയവേദനയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണ ഒരു റെസ്ലറായിരുന്നില്ല. 16 years അറ്റ് എ സ്ട്രെച്ച് ഇന്ത്യയുടെ റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു. 16 years എല്ലാ വർഷവും ഇദ്ദേഹം തന്നെ ചാമ്പ്യനായിരുന്നു. അതുകൂടാതെ 3 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസും മെഡൽ നേടിയിട്ടുണ്ട്. 3 പ്രാവശ്യം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നേടിയിട്ടും
ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു മെഡൽ നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ടാണ് ഈ സത്പാൽ ഇവരുടെ കൂടെ കൂടി അങ്ങനെ 3 പേരും കൂടിയാണ് അത് നടത്തിയിരുന്നത്. അപ്പോൾ സത്പാലിൻ്റെ ആ പാരമ്പര്യവും ഇതൊക്കെ വെച്ചിട്ട് ഈ സ്ഥാപനം വളർത്തിയെടുത്ത് ഇന്നിപ്പോൾ ഇതുപോലെ ഒളിമ്പിക് വിന്നേഴ്സിനെയും മെഡലിസ്റ്റിനെയും ഇഷ്ടംപോലെ ഇന്ത്യക്ക് സമ്മാനിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ആ അഖാഡയുടെ കേസ്. അപ്പോൾ ഈ സത്പാൽ പറയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ട്രെയിനിങ്ങിന് വലിയ സൗകര്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങളൊക്കെ ചെളിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ചെളിയിലാണ് ഈ ഗുസ്തി നടന്നത്. പക്ഷേ ഒളിമ്പിക്സിന് വന്നു കഴിഞ്ഞപ്പോൾ അത് മാറ്റിലാണ്. അപ്പോൾ ആ മാറ്റും അതേപോലെ പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഏറ്റവും അതിനൂതനമായ അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും മറ്റു സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാർ വരുന്ന പാടെ തന്നെ അവരൊന്ന് നോക്കും കാരണം ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പറ്റുന്ന കാൻഡിഡേറ്റ് ആണോ എന്ന് ആദ്യമേയൊക്കെ ഒന്ന് മത്സരിച്ച് കുറച്ച് പേരെ മാത്രമേ അത് ചൂസ് ചെയ്യുള്ളൂ. പിന്നെ ഈ ട്രെയിനിങ് നടത്തുന്നത് മുഴുവനും ചെളിയിൽ തന്നെയാണ്. ചെളിയിൽ അപ്പോൾ കുറച്ചുകൂടി നല്ല ടഫ് കോമ്പറ്റീഷന് അവർ പാകമാകും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പുഷ് ദി യങ്സ്റ്റേഴ്സ് ടു ദെയർ ലിമിറ്റ്സ്. എന്തുമാത്രം സാധിക്കുമോ അത്രയും അവരെ കഷ്ടപ്പെടുത്തി തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ദേ ആർ മെയ്ഡ് വെരി ടഫ്. അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പിടികൂടാനായിട്ട് ശ്രമിക്കുക, ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പോളിസി. പിന്നെ ഒരു കാര്യം അവർക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. അത് ഹനുമാന് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് ഹനുമാനാണ്. അപ്പോൾ ഹനുമാനാണ് ഒരു കണക്കിന് പറഞ്ഞാൽ അവരുടെ ഫേവേർഡ് ഡീറ്റി എന്ന് പറയാം. അതായത് പേട്രൺ സെയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗുസ്തിക്കാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാൻ ആ ദേവൻ്റെ ഗോഡ് ഹനുമാൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ വരുന്നു ഗുരുവിൻ്റെ പാദങ്ങൾ സ്പർശിക്കുന്നു, പിന്നെ ചെളിയിലേക്ക് പോകുന്നു, ചെളിയിൽ നല്ലപോലെ റിഗ്രസ് ട്രെയിനിങ് നടത്തുന്നു, അതിൽ നിന്നും കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് പഴയ ഇതേപോലെ ഒളിമ്പ്യൻസ് അടക്കം പഴയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പോൾ കുറേ ഈ ഗുരു എന്നാണ് അവർ പറയുന്നത്, ട്രെയിൻ ചെയ്യുന്നവർ. അപ്പോൾ ഈ ഗുരുമാർ കുറേ പേരുണ്ട്. പിന്നെ പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ട് അത് മുന്നേറുന്നു. അവിടെ ചെന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ളവരും അതേപോലെ ഹരിയാനയിൽ നിന്നുള്ളവരായിരുന്നു. ഇപ്പം അത് വളരെ അകലെ നിന്ന് ഇതിൻ്റെ പേരും പെരുമയും കേട്ട ആൾക്കാർ വരുന്നുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ പലരും അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എന്തിനായി വരുന്നത്, ഇത്രയും ദൂരം എന്തിനാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെയുള്ള ചിലർ പറയുന്നത് യഹാങ്കി മിട്ടി കുച്ച് അലഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ മണ്ണ് വ്യത്യസ്തമായൊരു മണ്ണാണ്. ഇവിടെ വന്ന് വിട്ടാൽ തന്നെ പിന്നെ അറ്റ്മോസ്ഫിയറായി പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള പ്രാക്ടീസ് നടത്തി അങ്ങനെയാണ് നമുക്ക് ഒരു ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്നുള്ള രീതിയിൽ ആവറേജ് ഇവർ നമുക്ക് കൊണ്ടുവന്ന് തരും. അതാണ് ഇപ്പോഴത്തെ പ്രാക്ടീസ്. ഇപ്പോൾ ഉള്ള ചില ചെറുപ്പക്കാർ പയ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ നമ്മളവിടെ ചെന്ന് ഈ ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ ചെല്ലുന്ന ആൾക്കാരെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നത് ഈ പയ്യനെ ഇപ്പോഴേ നോക്കിക്കോ, അടുത്ത ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒളിമ്പിക്സിൽ ഇന്ന മെഡൽ, അത് ചിലപ്പോൾ ഗോൾഡ് സിൽവർ എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറയും. അപ്പോൾ അത്രയും കോൺഫിഡൻസോടുകൂടി അവർ അതേപോലെ ഡെഡിക്കേഷൻ, ബോത്ത് കോൺഫിഡൻസ് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് അവർ കോച്ചിങ് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ എന്താ പറയുക മെഡൽ ട്രൗട്ട് എന്ന് പറയുമല്ലോ, നമുക്ക് മെഡലിൻ്റെ ഒരു ക്ഷാമമുണ്ട്. ആ ക്ഷാമം മാറ്റി തരുന്നതിൽ ഇവരുടെ കാര്യമായ കോൺട്രിബ്യൂഷനുണ്ട്. അതാണ് ഛത്രസാൽ എന്ന് പറയുന്ന അഖാഡ. ഛത്രസാൽ സ്റ്റേഡിയത്തിനടുത്ത് ഡൽഹിയിൽ ഉള്ള. നമുക്ക് നമ്മുടെ രാജ്യത്ത് 140 കോടിയോളം ജനങ്ങളുള്ള ആ രാജ്യത്തിന് പക്ഷേ ആനുപാതികമായിട്ടുള്ളൊരു മെഡൽ നേട്ടമൊന്നും അല്ല. അപ്പോൾ ഈ ഗുസ്തിയുടെ മേഖലയിൽ ഇത്തരം സംരംഭങ്ങൾ നടത്തുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടിയാൽ ഇനിയിപ്പോൾ മോഡി തന്നെ ഇത്രയും ശ്രദ്ധിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുകയും ആശംസിക്കുകയും പ്രചോദനമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ മണി വോണ്ട് ബി എ പ്രോബ്ലം. അവരെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ട പോലെ ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കും. പിന്നെ പുതിയ പുതിയ പ്രതിഭകൾ വരുന്നു. പിന്നെ അവിടെ ഈ ഡൽഹിയിൽ ആ കടയുടെ പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പിള്ളേർ റോട്ടിൽ കൂടെ ഓടുന്നതാണ്. ഇപ്പോൾ ഈ ഓടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത്ലറ്റ്സാണ് ഇത്രയും ഓട്ടമൊക്കെ നടത്തുന്നത്. കാണുന്ന നമ്മൾ വിചാരിക്കും അവരൊക്കെ വല്ല 100 മീറ്റേഴ്സോ അല്ലെങ്കിൽ 400 മീറ്റേഴ്സോ 200 മീറ്റേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവിടെ ആ കാണുന്ന ഏകദേശം എല്ലാവരും തന്നെ
ഈ പറയുന്ന അഖാഡ, ഛത്രസാൽ അഖാഡയുടെ ആൾക്കാരാണ്. അവർ ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഓടി നടക്കുന്നത്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും സ്വപ്നം ഇതാണ്, എങ്ങനെയെങ്കിലും ഒളിമ്പിക്സിൽ പങ്കെടുക്കണം, നേടണം. കാരണം അവരുടെ കൂടെ നടന്നിരുന്ന ആൾക്കാർ പലരും ഇപ്പോൾ ഒളിമ്പിക് മെഡൽസ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഈസ് അവർ ടേൺ, നമ്മുടെ ഊഴാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് അവർ നടക്കുന്നത്. എന്തായാലും ഛത്രസാലിൻ്റെ ഒരു വിപുലമായ ഒരു ചരിത്രം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനമൊക്കെയാണ് സാർ വിശദീകരിച്ചത്. എന്തായാലും ഇതിന് ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ സഹായമുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം.